സാധാരണമായിട്ട് ഒരു ഹോസ്റ്റലിൽ പ്രവർത്തിക്കുന്നത് പോലെയാണ്. ഹോസ്റ്റലിൽ ഇമ്പോസ് ചെയ്യുന്ന അത്ര കർശനമായിട്ടുള്ള വ്യവസ്ഥകൾ പോലും ഓപ്പൺ ജയിലുകളിലില്ല. അവർ ഒരു കമ്മ്യൂണിറ്റിയായിട്ട് അവർ സ്വയം തിരിച്ചറിയുന്നു. ആ കമ്മ്യൂണിറ്റിയിൽ ആവശ്യമായിട്ടുള്ള ജോലികൾ, നിർദ്ദേശിക്കപ്പെട്ടുള്ള ജോലികൾ അവർ ചെയ്യുന്നു. അവർ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകുന്നു, ജോലി ചെയ്യുന്നു. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പം അതിന് നമ്മൾ ഓപ്പൺ ജയിലിലേക്കുള്ള സെലക്ഷന് ചില കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആൾക്കാരെ അവിടേക്ക് അയക്കില്ല. അത് പ്രധാനമായിട്ടും ദീർഘകാല ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഒരു ക്ലോസ്ഡ് പ്രിസണിൽ വളരെ ഭംഗിയായിട്ട് സൽസ്വഭാവം നിലനിർത്തി പുറത്തേക്ക് പരോളിൽ വിട്ട് ആ പരോളിനനുസരിച്ച് സമൂഹത്തിലും വീടുമായിട്ടുമൊക്കെയുള്ള നല്ല ബന്ധങ്ങൾ നിലനിർത്തുന്ന തടവുകാരെയാണ് ഓപ്പൺ ജയിലിലേക്ക് അയക്കുക. ഇപ്പോൾ സെക്ഷൽ ഒഫൻസസിൽ പെടുന്നവർ, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഒഫൻസസിൽ പെടുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ വളരെ വയലൻ്റ് ആയിട്ടുള്ള ക്രൈംസിൽ പെടുന്ന ആൾക്കാർ, അത്തരത്തിലുള്ള ആൾക്കാരെ ഒന്നും ഓപ്പൺ ജയിലിലേക്ക് അയക്കാറില്ല. അവരെ ഒന്ന് ഒബ്സർവ് ചെയ്ത് ഒരു അടച്ചിട്ട ഒരു മീഡിയം സെക്യൂരിറ്റി ജയിലിൽ അല്ലെങ്കിൽ മാക്സിമം സെക്യൂരിറ്റി ജയിലിൽ എങ്ങനെയാണ് അവർ പെരുമാറിയത് എന്നുള്ളതിൻ്റെ ഹിസ്റ്ററി വെച്ചിട്ട് ഒരു സെലക്ഷൻ ബോർഡ് പരിഗണിച്ചാണ് അവരെ കുറച്ച് കാലയളവിന് ശേഷമാണ് ഓപ്പൺ ജയിലിലേക്ക് അയക്കുന്നത്. ഓപ്പൺ ജയിൽ ഒരു വളരെ സാധാരണമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവിടെ കുറച്ച് തടവുകാരും വളരെ കുറച്ച് ജീവനക്കാരും മാത്രമുള്ളൊരു സിസ്റ്റമാണ്. അവിടെ ജോലി, കഠിനാധ്വാനം വേണ്ടി വരുന്ന ജോലികൾ ചെയ്യണം. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ പോകുന്ന ആൾക്കാർക്ക് ഒരു വർഷത്തിൽ 15 ദിവസം അധിക പരോൾ ലഭിക്കും. അല്ലെങ്കിൽ ഹോം ലീവ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് അവർക്ക്. ഒരു വർഷത്തിൽ ഒരു 15 ദിവസം അവർക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറ്റും. അതുകൂടാതെ അവർക്ക് ഉയർന്ന വേതന വ്യവസ്ഥയാണ്. മറ്റ് ക്ലോസ്ഡ് പ്രിസണിനേക്കാൾ ഉയർന്ന വേതനമാണ് ഓപ്പൺ ജയിലിൽ അവർക്ക് ലഭിക്കുന്നത്. അതുപോലെ അവരുടെ ഡയറ്റിലും ഒരു ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കാരണം അവർ കഠിന ജോലികൾ ചെയ്യുന്നതായതുകൊണ്ട് അവർക്ക് ഡയറ്റിലൊരു ചെറിയ വ്യത്യാസം വരും. അപ്പോൾ ഇതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ ജയിലിലേക്ക് അയക്കുന്ന തടവുകാർ ആ സിസ്റ്റത്തെ പരിപൂർണമായിട്ട് അംഗീകരിച്ച് അതിൻ്റെ ആ സിസ്റ്റത്തോട് സഹകരിച്ച് പോകുന്നവരാണ്. നല്ല വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള പ്രിസണേഴ്സാണ്. കേരളത്തിലാണ്, ഇന്ത്യയിലാകെ ആദ്യകാലത്ത് ഓപ്പൺ ജയിൽ സിസ്റ്റം തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. 1962 കാലം മുതൽ കേരളത്തിൽ ഓപ്പൺ ജയിൽ എന്ന് പറയുന്ന സംവിധാനമുണ്ട്.